കൊല്ലം ജില്ലാ നേതൃസമ്മേളനം കല്ലുവാതുക്കൽ സമുദ്രതീരം മതേതര വയോജന കേന്ദ്രത്തിൽ വെച്ച് സംഘടിപ്പിച്ചു. സംഘടിക്കുക പോരാടുക എന്ന ഡോക്ടർ ബി.ആർ. അംബേദ്കറുടെ ദർശനത്തിന് വളരെയധികം പ്രസക്തിയുള്ള ഇന്നത്തെ കാലഘട്ടത്തിൽ KSDS കൊല്ലം ജില്ലാ നേതൃസമ്മേളനം കേരള സാംബവ ഡെവലപ്മെന്റ് സൊസൈറ്റി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശ്രീ ദാസ് കല്ലുവാതുക്കൽ അധ്യക്ഷത വഹിച്ചു. സാംബവ മഹാസഭ 1997 കല്ലുവാതുക്കൽ UP സ്കൂളിൽ വെച്ച് നടന്നപ്പോൾ ഏകദേശം 120 കുടുംബങ്ങളും ഉണ്ടായിരുന്നു. ആ കുടുംബം നയിച്ചത് ഞാനും എൻ്റെ പ്രവർത്തകരുമായിരുന്നു, എന്നോടൊപ്പം നിന്ന്. ആ അന്നത്തെ കാലഘട്ടത്ത് സാംബവരുടെ ഐക്യം എന്ന് പറഞ്ഞാൽ 120 കുടുംബവും ഒത്തൊരുമിച്ചാണ് നമ്മൾ പോയിക്കൊണ്ടിരുന്നത്. ഈ ഒരു സംഘടന നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള ഉറപ്പുണ്ട്. അവർക്ക് നേടിക്കൊടുക്കാനുള്ള അവകാശങ്ങൾ നമ്മൾ നേടിക്കൊടുക്കാൻ വേണ്ടിയും അവർക്ക് തൊഴിൽ ചെയ്യാനുള്ള ഒരു മാർഗം കാട്ടിക്കൊടുക്കുവാനും അവർക്ക് ജീവിത മാർഗം ഒന്ന് കാട്ടിക്കൊടുക്കാനും അവരുടെ കുട്ടികളുടെ വിദ്യാഭ്യാസം മുന്നോട്ട് കൊണ്ടുപോകാനും അവരുടെ ജീവിത മാർഗം ഒരു തടസ്സമുണ്ടാവാതെ അവരുടെ കാര്യങ്ങളെല്ലാം നടപ്പിലാക്കുന്നതിന് വേണ്ടി നേടിക്കൊടുത്തിട്ടുള്ളതാണ്. ഇനിയും അങ്ങനെ തന്നെ ചെയ്യും. KSDS സംസ്ഥാന കമ്മിറ്റി അംഗം ശ്രീ സനൽ പുനലൂർ സ്വാഗതം അറിയിച്ചു. KSDS എന്ന കേരള സാംബവ ഡെവലപ്മെൻറ്റ് സൊസൈറ്റി ഏകദേശം 4 വർഷത്തോളം അധികമായിരിക്കുന്നു കേരളത്തിൽ വിവിധ ജില്ലകളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. തനതായ ഒരു ശൈലിയിലുള്ള പ്രവർത്തനത്തിലൂടെ കേരളത്തിലെ സാംബവരെ ഒരുമിച്ച് നിർത്തുക, അധപതനത്തിൻ്റെ കഷ്ടതയുടെ കണ്ണുനീരിൻ്റെ ആ നാളുകളിൽ നിന്നും കരം പിടിച്ചുയർത്തുന്ന ശക്തമായി പ്രതികരിച്ചുകൊണ്ടിരിക്കുന്ന സാമൂഹിക സേവനങ്ങളിലൂടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സംഘടനയാണ് KSDS. സമ്മേളനം ബഹുമാനപ്പെട്ട MP ശ്രീ NK പ്രേമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ ഒരു പരമ്പരാഗത തൊഴിലേർപ്പെട്ടിരിക്കുന്നവരുടെ അനന്തര തലമുറയും പിൻതലമുറയും ആ തൊഴിലെടുക്കാൻ താല്പര്യപ്പെടുന്നില്ല. മാത്രവുമല്ല, അവരെ മെച്ചപ്പെട്ട വിദ്യാഭ്യാസം നേടി മറ്റു സ്ഥാനങ്ങളിലേക്ക് പോകാനാണ് ആഗ്രഹിക്കുന്നത്, താല്പര്യപ്പെടുന്നത്. വളരെ നല്ലതാണ്. കാരണം ഒരു തൊഴിലാളിയുടെ മകൻ തൊഴിലാളിയായി തന്നെ നിലനിൽക്കണമെന്ന് നിർബന്ധിക്കുന്നത് ഒരു തരത്തിലും ശരിയല്ല. അല്ലെങ്കിൽ കർഷക തൊഴിലാളിയുടെ മകൻ കർഷക തൊഴിലാളിയായി തന്നെ ജീവിക്കണമെന്ന് പറയുന്നത് ഒരു അടിമത്ത മനോഭാവം കൂടിയാണ്, ഒരു തരത്തിലും ന്യായീകരിക്കാൻ കഴിയുന്നതല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള പരമ്പരാഗതമായ തൊഴിലെടുത്ത് ഉപജീവനം നടത്തിക്കൊണ്ടിരുന്ന നിരവധി കുടുംബങ്ങളൊക്കെ അവരുടെ തൊഴിൽ അന്യമാകുമ്പോൾ അവരുടെ സ്വത്വബോധം അല്ലെങ്കിൽ അവരുടെ ഐഡൻറ്റിറ്റി തന്നെ നഷ്ടപ്പെടുകയാണ്. അപ്പോൾ അത്തരമൊരു സാഹചര്യത്തിലാണ് എനിക്ക് തോന്നുന്നു ശ്രീ ലോറൻസ് ഉൾപ്പെടെയുള്ളവർ മുൻകൈയെടുത്തുകൊണ്ട് ദാസ് കല്ലുവാതുക്കൽ ഉൾപ്പെടെയുള്ളവരുടെയൊക്കെ നേതൃത്വത്തിൽ ഇവരെ ആകെ വിവിധ വിഭാഗങ്ങളായി, വിവിധ അമാന്തര വിഭാഗങ്ങളായി ചിന്നിച്ചിതറിക്കിടക്കുന്ന സാംബവ സമൂഹവുമായി ബന്ധപ്പെട്ട എല്ലാവരെയും കോർത്തിണക്കിക്കൊണ്ടൊരു ഡെവലപ്മെൻറ്റ് സൊസൈറ്റി, കേരള സാംബവ വികസന സൊസൈറ്റി എന്ന പേരിൽ ഒരു സൊസൈറ്റി രൂപീകരിച്ചുകൊണ്ട് ആ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ഈ സമൂഹത്തിന് നല്ലത് പ്രദാനം ചെയ്യാൻ വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളതാണ് പ്രധാനമായും KSDS അതിൻ്റെ കർമ്മപരിപാടിയിൽ ആവിഷ്കരിച്ചിട്ടുള്ളത്. നോട്ടീസിൽ കൃത്യമായി പ്രതിപാദിച്ചിട്ടുണ്ട്, ജാതി സെൻസസ് നടപ്പാക്കുക, സാംബവർക്ക് സമസ്ത മേഖലയിലും സംവരണം നടപ്പാക്കുക, മതവ്യത്യാസം കൂടാതെ. അതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. ഇന്ന് ഏറ്റവും കൂടുതൽ സാംബവ സമൂഹം ഉൾപ്പെടെയുള്ള വിഭാഗങ്ങൾ നേരിടുന്നത് ഈ സമുദായം സാംബവ സമുദായമാണ് തൊഴിലേർപ്പെട്ടിരിക്കുന്നതുമെന്നാണ്. പക്ഷേ മതപരമായ മാറ്റം സംഭവിച്ചാൽ, മതപരിവർത്തനം നടത്തിക്കഴിഞ്ഞാൽ അവർക്കതിൻ്റെ സ്റ്റാറ്റസ് നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ബഹുമാനപ്പെട്ട BJP കൊല്ലം ജില്ലാ പ്രസിഡന്റ് ശ്രീ BB ഗോപകുമാർ, KSDS സംസ്ഥാന പ്രസിഡന്റ് ശ്രീ Y ലോറൻസ്, ജില്ലാ പ്രസിഡന്റ് PV സത്യൻ, KSDS സംസ്ഥാന കമ്മിറ്റി അംഗം ശ്രീ രാജീവ് കൊല്ലം, KSDS തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് ശ്രീ ബേബി പേരൂർക്കട, KSMF സംസ്ഥാന സെക്രട്ടറി ശ്രീമതി ധനുജകുമാരി, KSMF തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് ശ്രീമതി ജോളി സൈമൺ എന്നിവർ ആശംസ അറിയിച്ചു. മതത്തിൻ്റെയും ജാതിയുടെയും ഒക്കെ പേരിൽ ഒരു വലിയ ജനവിഭാഗത്തെ ജീവിതത്തിൻ്റെ മുഖ്യധാരയിൽ നിന്ന് മാറ്റി നിർത്തപ്പെടുകയുണ്ടായി. വഴി നടക്കാൻ പോലും ഉള്ള സ്വാതന്ത്ര്യമില്ലാതിരുന്ന ഒരു കാലഘട്ടം. ആ കാലഘട്ടത്തെ അതിജീവിക്കുക എന്ന് പറയുന്നത് അത്ര കണ്ട് എളുപ്പത്തിൽ സാധ്യമാകുന്നതല്ലായിരുന്നു. പക്ഷേ അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട്
ഒരു വലിയ സാമൂഹിക പരിഷ്കരണ പരിപാടി അതിന് തുടക്കം കുറിച്ച നാടാണ് നമ്മുടേത്. മതവ്യത്യാസം കൂടാതെ സാംബവർക്ക് സമസ്ത മേഖലയിലും സംവരണം അനുവദിക്കണം. എന്നിരുന്നാലേ ഇവിടെ ഇക്വാലിറ്റി ഉണ്ടാകത്തുള്ളൂ, ഇവിടെ നീതി അല്ലെങ്കിൽ സമത്വം ഉണ്ടാകത്തുള്ളൂ. ഇല്ലാത്ത കാലം നമ്മൾ ഇങ്ങനെ തന്നെ അല്ലെങ്കിൽ നമ്മളിങ്ങനെ തന്നെ അവർ നയിക്കത്തുള്ളൂ, കൊണ്ടുപോകത്തുള്ളൂ. ദളിത് മേഖലയിൽ സമൂഹത്തിൻ്റെ താഴേക്കിടയിൽ ചരിത്രത്തിൽ ഇടം പിടിച്ചവരാണെങ്കിലും ഇടം കിട്ടാതെ പോയവരുമാണ് സമൂഹത്തിൽ പട്ടികജാതി മേഖലയിലെ സാംബവ വിഭാഗത്തിൽപ്പെട്ട സമുദായത്തിലെ ലക്ഷക്കണക്കിന് വരുന്ന വിഭാഗം. ഈ പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകൻ കൂടിയായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഓർമ്മ പുതുക്കുന്നതിനുള്ള യാതൊരു അടയാളവും ഇവിടെ ഇല്ല എന്നുള്ള നേരത്തെ സൂചിപ്പിച്ചു. വീണ്ടും വീണ്ടും ഒതുങ്ങിക്കൂടി കൊടുത്താൽ നമുക്കുണ്ടാകുന്ന ഒരു കുഴപ്പമെന്ന് വെച്ചാൽ നമുക്ക് കിട്ടേണ്ട പല കാര്യങ്ങളും മറ്റുള്ളവർ നേടിക്കൊണ്ട് പോകും. നേരത്തെ നമ്മുടെ ബഹുമാനപ്പെട്ട MP പറഞ്ഞതുപോലെ നമുക്ക് നിയമങ്ങൾ നമുക്കെല്ലാം അനുകൂലമാണ്, പക്ഷേ അത് പ്രാബല്യത്തിൽ കൊണ്ടുവരാൻ നമ്മളാരും ശ്രമിക്കാറില്ല. നമ്മളതിന് വേണ്ടിയിട്ട് എഴുന്നേൽക്കാറില്ല, സംസാരിക്കാറില്ല. കാരണം സംസാരിക്കാൻ പേടിയുള്ള ഒരു കൂട്ടത്തിലുള്ള ആൾക്കാരാണ് നമ്മൾ ആവശ്യപ്പെടുന്നത് മതത്തിനുമല്ല നമ്മുടെ സംവരണം. നമുക്ക് സംവരണം ആവശ്യപ്പെടുന്നത് നമ്മുടെ ജാതിക്കാണ്. ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ഒരു സമൂഹമാണ് നമ്മുടെ പറയർ ജാതിക്കാർ. അവരുടെ പ്രവർത്തനങ്ങളും അവരുടെ തൊഴിൽപരമായ ജീവിതത്തിൽ കുറേ ആൾക്കാർ മുന്നേറ്റം ഉണ്ടെങ്കിലും ഇന്നും ഓരോ സ്ഥലങ്ങളിലും ഓരോ ചേരികളിലും ഓരോ സ്ഥലങ്ങളിലും നമ്മൾ പോയി ചെന്ന് കണ്ടാൽ വലിയ ദയനീയ അവസ്ഥയാണ് നമ്മുടെ ആൾക്കാർ ജീവിക്കുന്നത്. അതായത് സാംബവ സമുദായത്തിലുള്ള കുട്ടികൾ, അതായത് നമ്മളുടെ വളരെ ഉന്നത നിലവാരത്തിൽ വിദ്യാഭ്യാസം ചെയ്യുന്ന കുട്ടികളാണ്. പക്ഷേ അവർക്ക് വിദ്യാഭ്യാസം ചെയ്യുന്നതിനുള്ള പഠിക്കുന്നതിനുള്ള ഒരു സൗകര്യം, അതായത് പഠിക്കാനുള്ള അവസരത്തിന് അവർക്ക് സാമ്പത്തിക സഹായം എത്തിക്കാൻ, അവർ ഉന്നത വിദ്യാഭ്യാസ നിലവാരത്തിൽ മെച്ചപ്പെട്ട രീതിയിൽ പഠിച്ചു വളരുന്നതിനുള്ള ആഗ്രഹവും അവർക്ക് പഠിക്കുന്നവരുമുണ്ട്. പക്ഷേ അവർക്ക് പഠിക്കാനുള്ള ഒരു സാഹചര്യം, അവർക്ക് പഠിക്കാനുള്ള സാമ്പത്തികം ലഭിക്കുന്നില്ല. അതെ, നമ്മുടെ വരും തലമുറയ്ക്ക് വേണ്ടിയിട്ട് നമ്മുടെ ആവശ്യങ്ങൾ കറക്റ്റ് സമയത്ത് പറഞ്ഞ് അവരെ കൊണ്ട് ഈ സമയം ഇലക്ഷൻ വരുന്ന സമയമാണ്, നമ്മുടെ വില എന്താണെന്ന് ഇലക്ഷന് നിൽക്കുന്ന ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി പോലും നമ്മുടെ വിലയെപ്പറ്റി അറിയണം. നമ്മളെ തിരക്കി ഇത്രയും നാൾ നമ്മൾ സകല എല്ലാ പാർട്ടികളുടെയും പുറകെ നടക്കുന്ന ഒരു അനുഭവമായിരുന്നു. ഇനി മുതൽ അങ്ങനെയല്ല, നമ്മളെ തിരക്കി, നമ്മുടെ വീട് തിരക്കി, നമ്മുടെ സാംബവരെ തിരക്കി വരുന്ന ഒരു അനുഭവം ഉണ്ടാകണം എന്നാണ് എൻ്റെ ആഗ്രഹം. അതിനായിട്ട് എല്ലാവരും ഒരുമിച്ച് നിന്ന് പ്രവർത്തിച്ചാലേ നമ്മുടെ ഈ കാര്യങ്ങളെല്ലാം മുമ്പോട്ട് പോകുള്ളൂ. KSDS കൊല്ലം ജില്ലാ കമ്മിറ്റി മെമ്പർ സ്റ്റാൻലി P. ജോൺ ഇളമ്പൽ കൃതജ്ഞത അർപ്പിച്ചു. ജാതി സെൻസസ് നടപ്പിലാക്കുക, മതവ്യത്യാസം കൂടാതെ സാംബവർക്ക് സമസ്ത മേഖലയിലും സംവരണം നടപ്പിലാക്കുക, ദളിത് ക്രൈസ്തവർക്ക് സംവരണം ലഭിക്കാൻ കേരള സർക്കാർ കേന്ദ്രത്തോട് ആവശ്യപ്പെടുക, ശ്രീ കാവാരികുളം കണ്ടൻകുമാരൻ്റെ ചരിത്രം പാഠ്യവിഷയമാക്കുക, സാംബവ വിഭാഗത്തിന് സ്കൂൾ, കോളേജ്, കൃഷിഭൂമിയും പാർപ്പിടവും അനുവദിക്കുക, സാംബവ വിദ്യാർത്ഥികൾക്ക് മെച്ചപ്പെട്ട വിദ്യാഭ്യാസം ലഭ്യമാക്കണം, സ്റ്റൈപ്പൻഡ്, ഗ്രാൻറ്റുകൾ ഉടനെ അനുവദിക്കുക, കേരള സംസ്ഥാന ബാംബു കോർപ്പറേഷൻ്റെ പ്രവർത്തനം കാര്യക്ഷമമാക്കുക, നെയ്ത് തൊഴിലാളികൾക്ക് ക്ഷേമനിധി ഏർപ്പെടുത്തുക, ശ്രീ കാവാരികുളം കണ്ടൻകുമാരൻ്റെ പ്രതിമ തലസ്ഥാനത്ത് സ്ഥാപിക്കുക, ശ്രീ കാവാരികുളം കണ്ടൻകുമാരൻ്റെ പേരിൽ പൊതു അവധി പ്രഖ്യാപിക്കുക, ഈറ്റ നെയ്തുശാലകൾ തുറന്നു പ്രവർത്തിക്കുക, ഈറ്റ നെയ്തിനു വേണ്ടി ബാങ്കുകളിൽ നിന്നും വായ്പ എടുത്തവരുടെ ലോൺ എഴുതിത്തള്ളുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കൊല്ലം ജില്ലാ നേതൃസമ്മേളനം നടത്തിയത്.